ഇത് പിള്ളേർക്ക് നമ്മുടെ കോഴിയുടെ മുട്ട രാത്രിയിലെ പരിപാടി കേട്ടോ. രാത്രിക്ക് ഉണ്ടാക്കുന്ന പരിപാടികളാണ് ഇതൊക്കെ. ഇവിടെ മുട്ട ഞാൻ കൊടുക്കുന്നില്ല. ഇവിടെ ഞങ്ങൾ തിന്നാൽ തീരില്ലല്ലോ, ഇവർ രണ്ടുപേരല്ലേ ഉള്ളൂ. ഒരുപാടൊന്നും കഴിക്കുന്ന ആൾക്കാരല്ല ഇവിടെയുള്ളവർ. ചിക്കൻ മേടിച്ചായിരുന്നു. ചിക്കൻ മേടിച്ചിട്ട് ഇത്ര വറുത്തു. അതും കൂടെ വറുത്തു കറി വയ്ക്കണമെങ്കിൽ നോക്കോണ്ട്. നമ്മുടെ മുട്ട വറുത്തെടുത്തിട്ടുണ്ട്. ജാനിക്കുട്ടി കിടക്കണം കണ്ടോ. ജാനിക്കുട്ടിക്ക് മുട്ടയും ചോറും കൊടുക്കാൻ പോവുക. പിള്ളേർക്ക് കോഴിക്കാല് ഇതുണ്ട്. രാത്രിയിലേക്ക് ഒരു മെഴുക്കുവരട്ടി ഉണ്ടാക്കാം. ചാറ് കറിയൊന്നുമില്ല. തൈരുണ്ടായിരുന്നു. ഈ കൂട്ടായിരുന്നു. തൈരില്ലല്ലോ. തൈരുണ്ടോ? ചോറ് വേണമെന്നൊന്നും ഇല്ല. എന്നാലും മെഴുക്കുവരട്ടി ഉണ്ടാക്കിയില്ല എന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കണ്ട. സവോള അതിൻ്റെ മുകളിൽ കഴിഞ്ഞോ? പിന്നെ പറ്റിപ്പോ. എന്തൊക്കെയാണോ? ഉരുളക്കിഴങ്ങ്, ഒരു വാഴയ്ക്ക, ഒരു 1.5 വാഴയ്ക്കയും ഉരുളക്കിഴങ്ങും ഉണ്ടായിരുന്നു. കുറേ ദിവസം ഇവിടെ മേടിച്ച് വെച്ചേക്കുന്നു. കുറച്ച് മുളക് പൊടി, വാഴയ്ക്ക വേവണി കുക്കറിലേക്ക് ഇടണം. അതുകൊണ്ടാണ് കുക്കറിലിടുന്നത്. അല്ലെങ്കിൽ കിഴങ്ങ് അറിയിക്കണമെങ്കിൽ ഞാൻ അടുപ്പത്ത് വയ്ക്കുള്ളൂ. വേറെ കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ ഇടണം. പിള്ളേർക്കൊക്കെ ചോറ് കൊടുത്ത്, കോഴിക്കും തീറ്റ കൊടുത്തു. മീനുകൾക്ക് കുറേ ആയിട്ട് മീനുകൾക്ക് തീറ്റ കൊടുത്തിട്ട്, മീൻ തീറ്റ മേടിച്ച് കൊടുത്തിട്ട് കുറച്ച് ദിവസമായിരുന്നു. വേറെ കട്ടിയിട്ട് കൊടുക്കുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നു. പാവങ്ങൾ വെള്ളത്തിലെ കിടക്കണം നോക്കിയിട്ട് നമുക്ക് തീറ്റ. പിന്നെ കൊതുക് മുട്ടയിട്ടാലേ ഉള്ളൂ. ഇതിനകത്തേക്ക് ഒരു സ്വല്പം വെള്ളം കൂടെ ചേർക്കണം. കുക്കർ അടച്ച് 1, 2, 3 വിസിലടിച്ചാലും കുഴപ്പമില്ല. കരിയാതെ ഇരുന്നാൽ മതി. എനിക്കിപ്പോൾ മെഴുക്കുവരട്ടി വേണമെന്നൊന്നുമില്ല. ഞാൻ ഇച്ചിരി കഞ്ഞി കുടിക്കാൻ പോവാണ്. പാവയ്ക്ക് ഇച്ചിരി മിനിങ്ങാന്നത്തെ കണ്ടിരിക്കണം. എനിക്കതും അച്ചാറും ചിക്കൻ വറുത്തതും മതി. അത്താഴം കേട്ടോ. ഒരുപാടുണ്ടെന്നും തോന്നണം കേട്ടോ. ഒത്തിരിയൊന്നുമില്ല കേട്ടോ. ഇന്ന് ചിക്കനൊക്കെ തേങ്ങ വറുത്തരച്ചാണ് കറി വയ്ക്കണം കേട്ടോ. നല്ല കേറ്ററിങ്ങുകാർ വെക്കണ പോലെ അങ്ങ് വയ്ക്കാൻ നോക്കും. അതിന് ഇച്ചിരി ഗ്രാമ്പും പെരുംജീരകം കൂടെ ആദ്യം അങ്ങ് വറുക്കണം. ജീരകമൊക്കെ പൊട്ടിത്തുടങ്ങി. ഞാനുണ്ടല്ലോ തേങ്ങ മിക്സിയിലിട്ട് ഒരു കറക്കി എടുത്തു. ആണെങ്കിൽ വേഗം വറുത്തെടുക്കാൻ എളുപ്പമുണ്ട്. വെള്ളമൊന്നും ഒഴിച്ചേക്കല്ലോ കേട്ടോ. ചുമ്മാ അങ്ങനെ കറക്കിയെടുത്താൽ മതി. അന്നേരം വേഗം കുരൂരാന്നല്ല, അന്നേരം വേഗം നമുക്ക് സമയം എളുപ്പമുണ്ട്. എണ്ണയും കൂടെ അങ്ങ് ഒഴിക്കാം. തേങ്ങ ഏകദേശം മൂത്ത് വരുന്നുണ്ട്.
ഇതിലേക്ക് നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിൻ്റെ കൂടേക്ക് മസാലപ്പൊടി അങ്ങ് ചേർക്കും കേട്ടോ. മസാലകളെല്ലാം കൂടെ ചേർത്ത് വെച്ചേക്കണ മസാലപ്പൊടി. കുറച്ച് ഗരം മസാല വേറെ ഇച്ചിരി ചേർത്താൽ മതി. നമ്മൾ പെരുംജീരകം ചേർത്തേക്കുന്നതല്ലേ അതുകൊണ്ട്. ഇനി പൊടി വേണമെങ്കിൽ നമ്മൾ സവോള വഴറ്റില്ല അന്നേരം വേണമെങ്കിൽ ചേർക്കാം. ഇച്ചിരി കൂടെ നല്ല പോലെ മൂക്കട്ടെ. സ്വല്പം എണ്ണ വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കാം. വേണമെങ്കിൽ ഇച്ചിരി വേണം ചേർത്താൽ മതി. കുപ്പിയിലാകുമ്പോൾ എണ്ണ വമന്ന് പോകും. തീ എടുത്ത് വെച്ചിട്ടുണ്ട്. ചൂടാറിയിട്ട് നമുക്ക് അരച്ചെടുക്കാം. പാത്രത്തിൽ തന്നെ ഇരുന്ന് കുറച്ചും കൂടെ അങ്ങ് മൂത്തോളൂ. കളറങ്ങ് മാറിക്കോളൂ. വെള്ള കളറേ ചൂടാട്ടെ. ഇപ്പുറത്തെ അടുപ്പത്ത് കഞ്ഞി അടുപ്പത്തിട്ടുണ്ടതേ. കറി വയ്ക്കാനായിട്ട് എണ്ണ ഒഴിച്ച് കടുക് ഇട്ടിട്ടുണ്ട്. സവോള, ഇഞ്ചി, വെളുത്തുള്ളി, കരിവേപ്പില എല്ലാം അരിഞ്ഞതാണേ. തേങ്ങാക്കൊട്ട് ഇട്ടിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അരച്ച് ചേർത്തതാണ് അതിനകത്തേക്ക്. അതുകൊണ്ട് ഇതിനകത്ത് ഞാൻ അരിഞ്ഞിടുകയും ഇച്ചിരി ഉപ്പും കൂടെ ഇട്ടങ്ങ് നല്ല പോലെ വഴറ്റിയെടുക്കണം. ഞാൻ ഇച്ചിരി മുഴുത്തായിട്ടാണ് അരിഞ്ഞെടുത്തത് കേട്ടോ. മുഴുത്തായിട്ടെന്ന് പറഞ്ഞാൽ നീളത്തിൽ, അല്ലെങ്കിൽ വട്ടത്തിൽ മുറിച്ചിട്ട് ചെറിയ കുരുകുരാന്നരിയും. ഇത് ഞാനിച്ചിരി എന്നിട്ട് നല്ല സോഫ്റ്റായിട്ട് വറുത്തെടുക്കണം. സോഫ്റ്റ് ആവാൻ വേറൊരു വഴിയും കൂടെയുണ്ട്. നമ്മൾ എന്നാണെന്ന് വെച്ചാൽ നല്ലപോലെ ആവി എണ്ണയുമ്പോൾ ഒന്ന് അടച്ച് വെച്ചിട്ട് തീ കുറച്ച് വെച്ചേക്കുക. അന്നേരം ഇച്ചിരി നല്ലപോലെ സോഫ്റ്റ് ആവും. സവോള കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. തീ കുറച്ച് വെച്ച് അടച്ച് വെച്ച് കുറച്ച് സമയം വെക്കുകയാണെങ്കിൽ അത് സവോള വെന്തിട്ട് നല്ല സോഫ്റ്റ് ആവും. എന്നിട്ട് വലുതായിട്ട് അരിഞ്ഞാലും കുഴപ്പമില്ല. അങ്ങനെ കറി ആകുമ്പോഴത്തേന് ഇത് അരിഞ്ഞ് ചേർക്കും. ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചേക്കണ കൂട്ട് ചേർത്ത് കൊടുക്കും. ഇത് എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. ഞാൻ വെള്ളം ഒഴിച്ച് അരച്ചില്ല കേട്ടോ. അങ്ങ് പൊടിച്ചെടുത്തു. മിക്സിയിലിട്ട് അങ്ങ് പൊടിച്ചെടുത്തു. വെള്ളം ഒഴിച്ച് അരച്ചാൽ ഒരു മഞ്ഞ കളർ പോലെയാവും. അതുകൊണ്ടാണ് പൊടിച്ചെടുത്തത്. പൊടിച്ചെടുക്കണമെന്നൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ അരച്ചാലും മതി. അരച്ചിട്ട് ഇതിനകത്തിട്ട് നമ്മൾ വരട്ടുമ്പോഴത്തേനും അത് ശരിയാവും. ഇനി അതിന് പച്ചമണം ഉണ്ടെങ്കിൽ അങ്ങ് മാറിക്കോട്ടെ നോക്കാം. ഇനി നമുക്ക് ചിക്കൻ വറുത്ത് വെച്ചേക്കുന്നത്, ഇന്നലെ ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് ചേർത്ത് കൊടുക്കാം. നല്ല പോലെ ഇതിലേക്ക് അങ്ങ് ചേർത്ത് പിടിപ്പിക്കണം. എന്നിട്ട് വേണം നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം.
എന്നും ഇപ്പോൾ ഒരേപോലെ കറി വെക്കണ്ടല്ലോ എന്നോർത്താണ് ഇങ്ങനെ ഉണ്ടാക്കിയത്. ഇത് കൊള്ളില്ലെങ്കിൽ എന്നും വെക്കണേക്കൂട്ട് കറി വെച്ചാൽ മതി എന്ന് പറയും. ആവശ്യത്തിന് ചാറിനുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്ത് കിടന്ന് തിളച്ചതൊന്ന് കുറുകി ഇച്ചിരി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. നല്ല സോഫ്റ്റായിട്ട് വരണം. നമ്മൾ ഇറച്ചി കഴുകുമ്പം വിനാഗിരിയും ഉപ്പും ചേർത്ത് കഴുകി എടുക്കുവാണെങ്കിൽ ഇറച്ചി നല്ല സോഫ്റ്റാകും. ഇന്നലെ ഞാൻ വറുത്തത് കഴിച്ചപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. ഞാൻ ഇന്നലെ വിനാഗിരിയും ഉപ്പും ചേർത്ത് ഞാൻ തിരുമ്മി കഴുകിയായിരുന്നു. ഇനി ഇതൊന്ന് തിളച്ച് നല്ല കുറുകി വരട്ടെ കേട്ടോ. ഇതിൻ്റെ കൂടേക്ക് ഞാനൊരു സാധനം ഇലയിലേ അതുങ്ങൾ ഇട്ടു. നമ്മുടെ കറി നല്ല കുറുകുറാന്നുള്ള കറിയായിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് വെക്കണം. ഇത് വാങ്ങി വെച്ചിട്ട് ഇനി അപ്പം ചുടാം. പിള്ളേർക്കുള്ള ചോറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഒഴിച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ടെന്ന് നോക്കാം നമുക്ക്.